എമ്മാനുവൽ മിഷൻ ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ ഈ സഹകരണം ഞങ്ങൾക്ക് സന്തോഷമാണ്, അനുഗ്രഹമാണ്. നിശ്ചയമായും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ വചന ധ്യാന ചിന്തയിൽ സദൃശ്യവാക്യത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ 30 അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ നല്ല ഉപദേശങ്ങൾ പകർന്നു തരുന്ന ഒരു പുസ്തകമാണിത്. സാധിക്കുമെങ്കിൽ ബൈബിളിലെ സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം മുതൽ 30-ാം അധ്യായം വരെ ദിവസം ഒരധ്യായം വീതം വായിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് സമയം ലഭിക്കുന്നെങ്കിൽ നിശ്ചയമായും ബൈബിളിലെ സദൃശ്യവാക്യത്തിൽ നിന്ന് ഓരോ അധ്യായം ഓരോ ദിവസം വായിക്കാൻ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സദൃശ്യവാക്യത്തിലെ 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ് ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു: സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം ക്ഷയിക്കുന്നു. ഇന്ന് പലരുടെയും മുഖത്തിന് പ്രസന്നത നഷ്ടപ്പെടുന്നതിന് കാരണം അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഭാരമാണ്, വിഷമമാണ്. വചനം പറയുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ട് നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകും. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചില ഭാരങ്ങൾ, വ്യസനങ്ങൾ നമ്മുടെ ധൈര്യത്തെ എന്ത് ചെയ്യുന്നറിയാമോ? അത് ക്ഷയിപ്പിച്ചു കളയും. എന്നാൽ സദൃശ്യവാക്യത്തിൽ തന്നെ അതിൻ്റെ 14-ാം അധ്യായത്തിൽ തന്നെ 26 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കും: യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ധൈര്യം ക്ഷയിച്ചു പോകുന്ന മണ്ഡലമാണെങ്കിൽ, യഹോവ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന് യഹോവയിൽ ശരണമുള്ളത് കൊണ്ട് അവൻ എന്ത് ലഭിക്കുമെന്നറിയാമോ? നല്ല ദൃഢധൈര്യം ലഭിക്കും. ഞാൻ എൻ്റെ ഈ ചെറിയ മെസ്സേജിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇത് പറയാൻ കാരണം, നിങ്ങളിത് മുഴുവൻ കണ്ടില്ലെങ്കിൽ പോലും, നിങ്ങളിടയ്ക്ക് കട്ട് ചെയ്ത് പോയാൽ പോലും ഇത് ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ഒരു വ്യക്തി യഹോവയോട് ഭക്തിയോടെ ഇരിക്കുമ്പം അവൻ്റെ ഹൃദയത്തിനൊരു ധൈര്യം ലഭിക്കും. ആ ധൈര്യം അവൻ്റെ മുഖത്തിനൊരു പ്രസന്നത ലഭിക്കും. അത് അവനെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നിശ്ചയമായും യഹോവ ഭക്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്ന ചില മണ്ഡലങ്ങളെ ഞാനൊന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ അവൻ്റെ അധ്വാനം കൊണ്ട് ശരീരം ക്ഷീണിക്കും. നിശ്ചയമായും നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖപ്രസാദം അല്പം കുറയാൻ സാധ്യതയുണ്ട്. കാരണം അവൻ്റെ അധ്വാനം അവൻ്റെ ശരീരത്തിന് വേദന ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവൻ്റെ അധ്വാനം അവൻ്റെ ചില ശരീരത്തിൽ ചില പേശികൾക്ക് പ്രയാസമുണ്ടാക്കാം. വേണ്ട രീതിയിൽ ആഹാരം കഴിച്ചില്ലെങ്കിലും ഈ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ അധ്വാനത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എന്തിൽ ഉണ്ടാകുന്നില്ല? അവൻ്റെ മനസ്സ് ക്ഷീണിച്ച് ഹൃദയം തകർന്ന് ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ധൈര്യം നഷ്ടപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവൻ്റെ മനസ്സ് ക്ഷീണിക്കുമ്പോഴാണ്. മനസ്സ് ക്ഷീണിക്കുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് മനസ്സ് ക്ഷീണിച്ചു പോകും. കാരണം ലോകം വിജയിച്ചവരുടെ ലോകമാണ്. വിജയിച്ചവരെ മാത്രമേ ലോകം പരിഗണിക്കാറുള്ളൂ. നമുക്കറിയാം, നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഒത്തിരി ഫ്ലെക്സുകൾ കാണുന്നുണ്ട്. +2-ന് ഫുൾ A+ കിട്ടിയവർക്ക്, SLCക്ക് ഫുൾ A+ കിട്ടിയവർക്ക്, ഇവർക്കെല്ലാം അനുമോദനം ചെയ്തുകൊണ്ട് അനേകം ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. അവരുടെ ബന്ധുമിത്രാദികളോ കൂട്ടുകാരോ അവർക്ക് വേണ്ടപ്പെട്ടവരോ വെച്ചതായിരിക്കാം. പക്ഷേ നമ്മൾ പരാജയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് പോലും കണ്ടിട്ടില്ല. കാരണം ലോകം എപ്പോഴും വിജയിച്ചവരോടുകൂടെയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, വിജയിച്ചവരോടുകൂടെ ഇരിക്കുന്നതിനോടൊപ്പം
പരാജയപ്പെട്ടവരോടു കൂടെയും ഇരിക്കുന്ന ഒരു ദൈവമാണ് യഹോവയായ ദൈവം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിജയിച്ചവരുടെ മാത്രം ദൈവമല്ല, അവൻ പരാജയപ്പെട്ടവരുടെ കൂടെ ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരാജയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മനസ്സിലാക്കണം, പരാജയം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. പരാജയപ്പെട്ടവരെ തള്ളിക്കളയുന്നവനല്ല ദൈവം. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ നമ്മുടെ കുടുംബാംഗങ്ങളോ നാട്ടുകാരോ പരാജയപ്പെട്ടവനെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ ദൈവം പരാജയപ്പെട്ടവനെ ചേർത്തു നിർത്തുന്ന ദൈവമാണ്. നിശ്ചയമായും നിങ്ങളുടെ പരാജയത്തെ നിങ്ങൾ ഒരു വിധിയായി, ഇതെന്റെ തലയെഴുത്താണ്, ഇതെന്റെ വിധിയായി കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ പേടിച്ച് ഈ പരാജയത്തെ മറച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് ആരും അറിയാതെ, എൻ്റെ പരാജയം ആരും അറിയരുത്, ഞാൻ തോറ്റുപോയത് ആരും അറിയരുതെന്ന് ചിന്തിച്ച് പരാജയത്തെ മറച്ചു വെക്കാൻ ശ്രമിച്ച് അതിനുവേണ്ടി തന്ത്രപ്പെട്ട് മനസ്സ് ക്ഷീണിച്ച് തകർന്ന് നാം പോകാൻ നമുക്കിട വരുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ചിലര് പരാജയത്തെ, അവരുടെ ജീവിതത്തിൽ നടന്ന പരാജയത്തെ ജീവിതത്തിന്റെ അവസാനമായി കാണാറുണ്ട്. ചിലര് ജീവിതത്തിൽ അവർക്കുണ്ടാകുന്നൊരു പരാജയം, പരീക്ഷയ്ക്ക് തോറ്റതാകട്ടെ, ബിസിനസ്സിലുള്ള പരാജയമാകട്ടെ, കുടുംബജീവിതത്തിലുള്ള പരാജയമാകട്ടെ, അവരുടെ തലമുറകൾക്കുണ്ടായ പരാജയമാകട്ടെ, ഏതൊരു പരാജയം ഉണ്ടായാലും ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് കാണുന്ന പലരുമുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു പരാജയവും ഒരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് അതെല്ലാം മുന്നോട്ട് ഗമിക്കാനുള്ള, വിജയത്തിലേക്ക് ചുവടുറപ്പിച്ച് നടക്കാനുള്ള ചവിട്ടുപടികളായി നമ്മൾ കാണാനിടയായി തീരണം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവന് വിജയിക്കുമ്പോൾ മാത്രമല്ല ധൈര്യം, പരാജയപ്പെടുമ്പോഴും അവന് നല്ല ധൈര്യമുണ്ട്. അതേ, പരാജയപ്പെട്ടവരോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഞാൻ പറയട്ടെ, ലോകം വിജയിച്ചവരോടുകൂടെയാണ്, പക്ഷേ പരാജയപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം ചിലർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചല്ലോ, എന്താ യേശു അങ്ങനെ പരാജയപ്പെട്ടവനെ പോലെ കിടക്കുന്നത്? എന്തിനാണ് യേശു അങ്ങനെ ചെയ്തത്? ഞാൻ പറയട്ടെ, യേശു പരാജയമറിഞ്ഞവനാണ്. എന്നാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പരാജയത്തിൻ്റെ മേൽ യേശു വിജയം വെളിപ്പെടുത്താനിടയായി. ഇതുപോലെ നിങ്ങളുടെ പരാജയത്തിൻ്റെ മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഒരു നാൾ അല്ലെങ്കിൽ 2 നാൾ, അതിനുശേഷം 3-ാം നാളാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ട്. അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ ഇടയാകരുത്. വേറെ ചിലർ ഈ പരാജയത്തിൻ്റെ പഴി മറ്റാർക്കെങ്കിലും വെച്ചു കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. നമുക്കതിൻ്റെയും ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കണം, എൻ്റെ പരാജയത്തിന് കാരണം ഞാനാണ്. അതെ, പക്ഷേ എന്നെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പരാജയത്തിൻ്റെ പഴി നമ്മൾ ആരെയും ഏൽപ്പിച്ചു കൊടുക്കണ്ട, അതെല്ലാം നമ്മളാണെന്ന് സമ്മതിക്കുക. കാരണം എന്നറിയാമോ, പരാജയം ഒന്നിൻ്റെയും ഒരവസാനമല്ല. പിന്നെ ചിലര് പരാജയത്തെ നീതീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു കണക്കിന് അതൊരു നല്ല കാര്യമാണ്. കാരണം പരാജയപ്പെട്ടവന് ഈ ലോകം അത്ര നല്ലതല്ലെങ്കിലും പരാജയം കൊണ്ട് അവസാനിക്കുന്നില്ല. പരാജയപ്പെട്ടിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ പരാജയം ഉണ്ടായതുകൊണ്ട് മാത്രം ആരുടെയും ജീവിതം അവസാനിച്ചു പോയിട്ടില്ല. പ്രിയമുള്ളവരെ, അവർ നിരാശപ്പെട്ട് ധൈര്യം നഷ്ടപ്പെട്ട്, ഞാൻ പ്രാരംഭത്തിൽ വായിച്ച വാക്യം പോലെ അവരുടെ മുഖപ്രസാദം നഷ്ടപ്പെട്ട് ഹൃദയത്തിലെ വ്യസനം വന്ന് ധൈര്യം ക്ഷയിച്ചു പോയി സ്വയം ജീവിതം എടുക്കുകയോ അല്ലെങ്കിൽ മാനസികമായി പ്രയാസരായി പോവുകയൊക്കെ ചെയ്ത അനേകരുണ്ട്. പക്ഷെ ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, പരാജയപ്പെട്ടത് കൊണ്ട് മാത്രം ആരും അവരുടെ മുന്നോട്ടുള്ള ഗമനം നിർത്തിയിട്ടില്ല. മറിച്ച് മനോവ്യസനം വന്നാണ് അവരുടെ അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനം നിന്നുപോയത്. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു പരാജയപ്പെട്ട വ്യക്തിയാണോ? ഞാൻ പറയട്ടെ, ഞാൻ പ്രഘോഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പരാജയപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം കിടക്കുകയാണ്: ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക.
ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്താണ് യോശുവയോട് അങ്ങനെ പറയാൻ കാരണം? യോശുവ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. യോശുവ ഇതാ മോശയുടെ ശിഷ്യനായി മോശയോട് കൂടെ ഇരുന്ന വ്യക്തിയാണ്. എന്നാൽ മോശയ്ക്ക് ശേഷം ആ ദൗത്യം ഏറ്റെടുക്കാനായി യോശുവ വരികയാണ്. എന്താണ് ദൗത്യം? ഇസ്രായേൽ ജനത്തെ നയിക്കുക എന്ന ദൗത്യം. ഈ ദൗത്യം ഏറ്റെടുക്കാൻ വന്നപ്പോൾ യോശുവയോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്താ കാര്യം എന്നറിയാമോ? യോശുവയോട് അങ്ങനെ പറയാൻ കാരണം, യോശുവേ, നീ എവിടെയെങ്കിലും ഒന്ന് പരാജയപ്പെട്ടെന്നോർത്തോ, നീ എവിടെയെങ്കിലും ഒന്ന് വീണുപോയെന്നോർത്തോ, നിനക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്നോർത്തോ, നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല ഞാൻ, നിന്നെ കൈവിടുന്ന ദൈവമല്ല ഞാൻ. അതെ, ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല, ദൈവം നമ്മളെ കൈവിടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം എവിടെയെങ്കിലും ഒരു പരാജയത്തിൻ്റെ വിഷമത്തിലോ ഭാരത്തിലോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, നിങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. അവൻ പരാജയത്തെ അറിഞ്ഞവനാണ്, എന്നാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. നിങ്ങൾക്കും ആ ക്രിസ്തുവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എല്ലാ പരാജയത്തിൽ നിന്നും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിശ്ചയമായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പരാജയത്തിൻ്റെ ഭാരങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഞങ്ങളെ വിളിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എമാനുവൽ മിഷൻ ടീം പരാജയപ്പെട്ടവരോട് കൂടെ നിൽക്കുന്ന ഒരു ടീമാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദയവായി ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ ചുവടെ ചേർക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.